ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അരേസ്. അരേസ് അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ അരേ എന്ന് നമ്മൾ പറയും. അപ്പം എന്താണ് അരേ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് നമ്മൾ പറഞ്ഞു ഒരു വേരിയബിൾ അല്ലെ, വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ആണ്. അവിടെ നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം വേരിയബിൾ ആണെങ്കിൽ ഇൻറ്റീജർ ടൈപ്പിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്ലോട്ട് ടൈപ്പിലാണെങ്കിൽ ഫ്ലോട്ട് വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്കൊരു ക്ലാസ്സിലെ കുട്ടികളുടെ 6 സബ്ജക്ട്സിന് കിട്ടിയ മാർക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് 6 സബ്ജക്ട്സിന് കിട്ടിയ മാർക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വേരിയബിൾ വേണം? 6 വേരിയബിൾസ് വേണം. അത് ഇപ്പം ഒരു ക്ലാസ്സിലെ 60 കുട്ടികളുണ്ട്. അപ്പോൾ 60 കുട്ടികൾക്കും കമ്പ്യൂട്ടറിന് കിട്ടിയ മാർക്കാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എത്ര വേരിയബിൾ വേണം? 60 വേരിയബിൾസ് എടുക്കണം. ഇത് തന്നെ 100 200 കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതേപോലെയുള്ള കേസുകൾ, അതായത് ഒരേ ടൈപ്പിലുള്ള ഒന്നിലധികം ഡാറ്റ, ഒന്നിലധികം വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അരേസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞു 6 സബ്ജക്ട്സിന് കിട്ടിയ മാർക്ക് ഒരു കുട്ടിയുടെ സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? M1 M2 M3 M4 M5 M6 എന്ന് പറഞ്ഞിട്ട് 6 വേരിയബിൾസ് എടുക്കും. 6 വേരിയബിൾസ് എടുത്തിട്ട് ഈ വേരിയബിൾസിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് M1 എന്നുള്ള ഫസ്റ്റ് ലൊക്കേഷൻ, ഇതിനകത്ത് നമ്മൾ ഒരു 80 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. അടുത്ത ലൊക്കേഷൻ M2, ഇതിൻ്റെ അകത്ത് നമ്മൾ 75 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. അടുത്തത് 65 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഈ ലൊക്കേഷന്റെ പേര് M3, ഇത് 50, ഈ ലൊക്കേഷന്റെ പേര് M4, പിന്നെ 55, ഇത് M5, അടുത്തത് 67 M6. ഇങ്ങനെ 6 വേരിയബിൾസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വാല്യൂസ് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ അരേ എന്ന് പറയുന്നത്. അപ്പൊ അരേ എന്താണ്? അരേ ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അതിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതെന്താണ് ഈ ഒരേ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരേ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്റ് ആണ്. ഇതെല്ലാം എന്താണ്? ഇന്റീജർ ടൈപ്പിലുള്ള വാല്യൂസ് ആണ്. ഇപ്പൊ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് 67.5, ഇതൊരു ഇൻഡിവിജ്വൽ വേരിയബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഇന്റ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 65.5 അതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് നമ്മൾ 65.5 എന്നൊരു വാല്യൂ അസൈൻ ചെയ്താൽ പോലും അതിന്റെ ഇന്റീജർ പാർട്ട് 65 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഇതേപോലെ 2 ഇന്റീജർ വാല്യൂ, ഒരു ഫ്ലോട്ട് വാല്യൂ, പിന്നെ കുറച്ച് ഇന്റീജർ വാല്യൂ, പിന്നെ ഒരു ക്യാരക്ടർ വാല്യൂ, അങ്ങനെ അരയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അരേ ഒരു കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ അരേ എന്ന് പറയുന്നത്. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എല്ലാം ഒരേ ടൈപ്പിലുള്ളതായിരിക്കണം. ഇന്റ് ആണെങ്കിൽ എല്ലാ വാല്യൂ എന്ത് തന്നെയായിരിക്കണം? ഇന്റീജർ തന്നെയായിരിക്കണം. ഫ്ലോട്ട് ആണെങ്കിൽ എല്ലാ വാല്യൂ എന്തായിരിക്കണം? ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കണം. 80.5 74 75.5 65.3 50.0 55.1 then 67.8 9. ഇതേപോലെ ഇതെന്ത് ടൈപ്പ് ആയിരിക്കും? ഇത് ഫ്ലോട്ട് ആണ് അല്ലെ. അപ്പം ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സ് ഒരരയിൽ വരാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ ഇത് ഒരു ഇന്റീജർ അരേ എന്ന് പറയും. ഇതാണെങ്കിൽ ഒരു ഇന്റീജർ അരയാണ്. കാരണം എന്താണ്? ഇതിലുള്ള എലമെന്റ്സ്, ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ആ എലമെന്റ്സ് എല്ലാം എന്താണ്? ഒരേ ടൈപ്പിലുള്ളതാണ്. അതാണ് അരേ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ഫ്ലോട്ട് അരയാണ്. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ് ഈ അരയിൽ നമ്മളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ട് അരേ. ഇനി ക്യാരക്ടർ അരേ ഉണ്ട്. ക്യാരക്ടർ അരേ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. സോറി, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിൽ CO, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് സിംഗിൾ കോട്സിൽ കൊടുക്കുന്നത് കേട്ടോ. COMPUTER. ശരിക്കും നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ മെമ്മറിയിൽ സ്റ്റോർ ചെയ്താലും ഓരോ ലൊക്കേഷനിൽ ഓരോ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആദ്യത്തെ ലൊക്കേഷനിൽ C, പിന്നെ O, പിന്നെ MPUTER, ഈ രീതിയിൽ. അപ്പൊ ഇതെന്താണ്? ഇതൊരു ക്യാരക്ടർ അരയാണ്. ഇതൊരു ഫ്ലോട്ട് അരയാണ്. ഇതൊരു ഇന്റീജർ അരയാണ്. അപ്പൊ അരേ എന്താന്ന് മനസ്സിലായല്ലോ? ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടൈപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈ എലമെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അതും ഓർത്തിരിക്കുക. ഇപ്പൊ ഇവിടെ 80 സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ടല്ല 75 സ്റ്റോർ ചെയ്യുന്നത്. ഇതെല്ലാം എന്തായിരിക്കും? അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഈ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് അരേ എന്ന് പറയുന്നത്. അപ്പൊ അരേ എന്താണ്?
ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ ഒരു കളക്ഷനെയാണ് അരേ എന്ന് പറയുന്നത്. എലമെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ആയിരിക്കും. ഓക്കെ, ഇനി ഡെഫിനിഷൻ നോക്കാം. An array is defined as the collection of similar type of data items stored at contiguous memory locations. ഒരേ ടൈപ്പിലുള്ള എല്ലാ ഡാറ്റ ഐറ്റംസിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ അരേ എന്ന് പറയുന്നത്. ഈ ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും, അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും. ഇനി അടുത്ത് പറയുന്നുണ്ട്, arrays are the derived data type in C programming language which can store the primitive type of data such as int, char, float, double, etc. അപ്പൊ എന്താണ് ഈ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അരേ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. നമ്മൾ ഡാറ്റ ടൈപ്പ് ഒക്കെ പഠിച്ചപ്പോൾ പ്രൈമറി ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്നൊക്കെ പഠിച്ചായിരുന്നു. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്റ് ഒരു ഡാറ്റ ടൈപ്പ് അല്ലേ, അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇന്റ്, ഫ്ലോട്ട്, ക്യാരക്ടർ, ഡബിൾ ഇതൊക്കെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആയിട്ട് പഠിച്ചത്. ഇത് ചേർത്തിട്ടാണ് ഈ അരേ ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലേ. ഇന്റ് എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അരേ പറയുന്നത്. അല്ലാണ്ട് അരേ എന്ന് പറയുന്നത് തനിച്ചൊരു ഡാറ്റ ടൈപ്പ് ഇല്ല. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഒരു പുതിയ ഡാറ്റ ടൈപ്പാണ് അരേ എന്ന് പറയുന്നത്. അതാണ് ഡിറൈവ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്റ്, ഫ്ലോട്ട്, ക്യാരക്ടർ, ഡബിൾ പോലെയുള്ള ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാണ്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന പുതിയൊരു ഡാറ്റ ടൈപ്പാണ് എന്ത്? അരേ എന്ന് പറയുന്നത്. അപ്പം അരേ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഡിറൈവ്ഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് അരേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി it also has the capability to store the collection of derived data types such as pointers, structure, etc. പോയിന്റേഴ്സിനെയും സ്ട്രക്ചറിനെയും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അരേക്ക് പറ്റും. പോയിന്റർ, സ്ട്രക്ചർ ഒക്കെ എന്താണെന്ന് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി the array is the simplest data structure where each data element can be randomly accessed by using its index number. എന്താണെന്ന് പറഞ്ഞുതരാം. Array is beneficial if you have to store similar elements. For example, if we want to store the marks of a student in 6 subjects, then we don't need to define different variables for the marks in the different subject. Instead of that, we can define an array which can store the marks in each subject at the contiguous memory location. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 വേരിയബിൾസ് എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? ഒരൊറ്റ അരേ എടുത്താൽ മതി. അരേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എലിമെന്റ്സിനെ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാനായിട്ടും അതിനെ പ്രോസസ് ചെയ്യാനായിട്ടും അതിനെ ആക്സസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡിക്ലറേഷൻ ഓഫ് ആൻ അരേ. അപ്പം ഒരു അരേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം നമുക്ക് പഠിക്കാം. നമ്മളൊരു ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ഇന്റ് കൊടുത്തിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേരിയബിളിന്റെ പേര് പറയും. A, B, C എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വേരിയബിൾസിന്റെ പേര് പറയും അല്ലേ. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ നോക്കുക. നമുക്ക് 6 സബ്ജക്ട്സിന്റെ മാർക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? M1, M2, M3, M4, M5, M6 ഇത്ര വേരിയബിൾസ് എടുത്തു. ഇത് തന്നെ ഒരു അരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലോ, ഇത് തന്നെ ഒരു അരയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയാം? ആദ്യം ഏത് ടൈപ്പിലുള്ള വാല്യൂ ആണ് ആ അരയിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയണം അല്ലെ. ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സ് മാത്രമേ ഒരു അരയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്റ് ആണെങ്കിൽ ആദ്യം ഇന്റ് ഡാറ്റ ടൈപ്പ് പറയാം. ഏത് ടൈപ്പിലുള്ള എലമെന്റ്സ് ആണ് അരയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അരയ്ക്ക് ഒരു പേര് വേണം. ഇപ്പൊ ഇവിടെ M1, M2, M3 എന്നല്ലേ നമ്മൾ കൊടുത്തിരുന്നത്, അതേ പേര് തന്നെ നമുക്ക് കൊടുക്കാം, M എന്ന് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഇടുക. സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് എത്ര എലമെന്റ്സ് വേണം എന്ന് കൊടുക്കുക. അപ്പം അവിടെ എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം. അപ്പം M6 എന്നിട്ട് ഒരു സെമിക്കോളം കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ അരേ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം ആദ്യം കിടക്കുന്ന അരയുടെ പേര്, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് നമ്മൾ പറയണം? അരയുടെ സൈസ് പറയണം. നമുക്ക് എത്ര എലമെന്റ്സ് ആണോ സ്റ്റോർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ആ സൈസ് നമ്മൾ പറയണം. അപ്പൊ ഇതാണ് ഒരു അരേ ഡിക്ലറേഷൻ. ഇതൊരു സാധാരണ വേരിയബിളിന്റെ ഡിക്ലറേഷൻ ആണ്. ഈ പറയുന്നതാണ് ഒരു അരയുടെ ഡിക്ലറേഷൻ. അരേ ഡിക്ലറേഷനിൽ ഓർക്കുക, അരയ്ക്ക് ഒരു നെയിം വേണം. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ എന്തും കൂടെ പറയുന്നുണ്ട്? അരയുടെ സൈസും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 6 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും? അപ്പൊ ഈ 6 എലമെന്റ്സ് M6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ലൊക്കേഷനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിലോ M0 എന്ന് പറഞ്ഞ ഫസ്റ്റ് എലമെന്റ്, ഓക്കെ, M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്,
m of 3 തേർഡ് എലമെന്റ്, m of 4 ഫിഫ്ത്ത് എലമെന്റ്, സിക്സ്ത് എലമെന്റ്, m of 5 സിക്സ്ത് എലമെന്റ്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ സാധാരണ പറയുമ്പോൾ m1 m2 m3 m4 m5 m6 എന്ന് പറയും അല്ലെ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, m0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അരേ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് നമ്മളിപ്പോ ഓരോ ലൊക്കേഷനിൽ ഓരോ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. അതിൽ ഫസ്റ്റ് ലൊക്കേഷനിൽ കിടക്കുന്ന എലമെന്റിന്റെ പൊസിഷൻ അത് 0th എലമെന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 6 എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ m of 6 വരെ പോകത്തില്ല. 6ാമത്തെ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ 6ാമത്തെ ലൊക്കേഷന്റെ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും, m of 5 ആയിരിക്കും. 5 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ്, അതായത് ഏത് പൊസിഷൻ ആണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഒന്ന് കുറവായിരിക്കും. അപ്പൊ നമ്മൾ 4th എലമെന്റ് എന്ന് പറഞ്ഞാലും ആ 4th എലമെന്റ് m of 4 അല്ല, m of 6 ആണ്. അതായത് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ്. ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ എലമെന്റ്സ് ആക്സസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അരേ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ്. അപ്പൊ നമുക്ക് അരേ ഇൻഡെക്സ് ഇപ്പൊ 6th എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ m of 5 വരെ പോകത്തുള്ളൂ. അതായത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ n-1 വരെയാണ് അതിന്റെ ഇൻഡെക്സ് പോകുന്നത്, 0 to n-1 വരെ. ശ്രദ്ധിക്കുക, ഇതൊരു അരയാണ്, അരേ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അരയുടെ പേര് എന്ന് പറയുന്നത് a ആണ്. a എന്നുള്ളത് അരേ നെയിം ആണ്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് പറയും, അരയുടെ സൈസ് പറയും. അപ്പൊ a of 6 എന്ന് പറഞ്ഞാൽ എന്താണ്, അരയിൽ 6 എലമെന്റ്സിനെ വരെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും, 6 എലമെന്റ്സ് വരെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, a of 0 ഫസ്റ്റ് എലമെന്റ്, a of 1 സെക്കൻഡ് എലമെന്റ്. അപ്പൊ ആ രീതിയിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0യിലായിരിക്കും. പിന്നെ a of 0, a of 1, a of 2, a of 3, a of 4, a of 5 അങ്ങനെ 6 എലമെന്റ്സ് നമുക്ക് അരയിൽ ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും എന്താണ്, അരേ എലമെന്റ്സ് ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു 1 ഡയമെൻഷണൽ അരയുടെ റെപ്രസെന്റേഷൻ. അതായത് നമുക്ക് ലീനിയർ അരേ എന്ന് പറയും. അതായത് ഒരേപോലെ ഒരു ലീനിയർ ഫാഷനിലായിരിക്കും, ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യും. ഇനി ഇത് നമ്മൾ പറഞ്ഞു എലമെന്റ്സിനെ നമുക്ക് റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനും ഏത് ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ടും സാധിക്കും. അത് ആ ഓർഡറിൽ തന്നെ ആക്സസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓർഡറിൽ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഈ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി, ആ ഇൻഡെക്സ് വാല്യൂ മാത്രം നോക്കിയാൽ നമുക്ക് അറിയുവാണെങ്കിൽ നമുക്ക് ആ ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും സാധിക്കും. ഇത് 1 ഡയമെൻഷണൽ അരയുടെ റെപ്രസെന്റേഷൻ ഓർത്ത് വയ്ക്കുക. അരയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അരയിൽ ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സിനെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സിമിലർ ടൈപ്പിൽ വരുന്ന എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ അരേ എന്ന് പറയുന്നത്. എലമെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അരയുടെ ഡിക്ലറേഷനിൽ എ പറഞ്ഞിട്ട് അരേ നെയിം പറഞ്ഞിട്ട് ആദ്യം ടൈപ്പ് പറയുക, ടൈപ്പ് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് അരേ നെയിം പറയുക, അരേ നെയിം പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് അരയുടെ സൈസ് പറയുക. ഓക്കെ, ഇനി അരേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലായിരിക്കും. അരയുടെ ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂസിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വെറുതെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പൊ a of 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു, a of 1 എന്ന് പറഞ്ഞ സെക്കൻഡ് എലമെന്റ് എന്നൊക്കെ പറഞ്ഞു. വെറുതെ a എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അരയുടെ ബേസ് അഡ്രസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ തൊട്ട്, ഇപ്പൊ 1000 എന്നുള്ള ലൊക്കേഷൻ ആണെങ്കിൽ 1000 എന്നുള്ള ലൊക്കേഷൻ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും നമ്മൾ അരയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ആ ബേസ് അഡ്രസ്സ് ഏറ്റവും തുടക്കത്തിലുള്ള ആ അഡ്രസ് ആണ് അരയുടെ പേര് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം a എന്ന് പറയുന്നതും a of 0 എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതിപ്പോ അരയുടെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അരയുടെ അഡ്വാൻറ്റേജസ് പറയുന്നത്. കോഡ് ഒപ്റ്റിമൈസേഷൻ, നമുക്ക് സാധാരണ വേരിയബിൾസിനെ ഉപയോഗിച്ച് കുറച്ച് കോഡ് മതിയായിരിക്കും ഡാറ്റനെ ആക്സസ് ചെയ്യാനായിട്ട്. ഈസ് ഓഫ് ട്രാവേഴ്സിംഗ്, ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അരയിനെ വിസിറ്റ് ചെയ്യുക, ഓരോ എലമെന്റ്സിനെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുക. യൂസിങ് ഫോർ ലൂപ്പ് വി ക്യാൻ റിട്രീവ് ദ എലമെന്റ്സ് ഓഫ് അൻ അരേ ഈസിലി. നമുക്ക് ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസിൽ ഒരേ ടൈപ്പിലുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈസ് ഓഫ് സോർട്ടിങ്, അരേനൊക്കെ സോർട്ട് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ദെൻ റാൻഡം ആക്സസ്, അതാണ് നമ്മൾ പറഞ്ഞത്, ഏത് ലൊക്കേഷനിൽ കിടക്കുന്ന എലമെന്റിനെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു അരയിൽ 500 എലമെന്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 300ാമത്തെ ലൊക്കേഷനിൽ കിടക്കുന്ന എലമെന്റിനെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, ഇതാണ് അരയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഫിക്സഡ് സൈസ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അരേ നെയിം എന്ന് പറഞ്ഞിട്ട് അരേ സൈസ് ഇവിടെ പറയും അല്ലെ.
ഇപ്പൊ ഇൻഡ് മാർക്സ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 ലൊക്കേഷൻസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൽ ഒരു എലമെന്റ് പോലും കൂടുതലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫിക്സഡ് സൈസ് ആണ്. അറേയുടെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ തുടക്കത്തില്ല അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന്റെ സൈസ് പറയുക. 100 ആണ് പറയുന്നതെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ അത്ര എലമെന്റ്സിന് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അവരുടെ സൈസ് ഫിക്സഡ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അവരുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിന്റെ റെപ്രസെന്റേഷനും ഓർത്തു വയ്ക്കുക.